പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ദൈവം നമുക്ക് ഒരു ദിവസം കൊണ്ട് ദാനമായി തന്നു. വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് തന്നെ സമയം ഒട്ടും കളയാതെ നമ്മൾ പ്രവേശിക്കുന്നതും ചിന്തിക്കുന്നതും എത്ര നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷ ഭദ്രമാണോ, അതോ നമ്മുടെ ജീവിതയാത്രയിൽ അത് കളഞ്ഞു പോകുമോ? ഇന്നെങ്ങനെയെല്ലാമുള്ള തെറ്റായ ചിന്താഗതികളും പഠിപ്പിക്കലുമുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ വിശദമായി അറിയുന്നത്, മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ആ 4 പോയിന്റ് തന്നെ നിങ്ങൾക്കത് സഫിഷ്യൻ്റാണ്. സാമാന്യ നിലയിലുള്ള എല്ലാ സംശയങ്ങളും മാറും. കാരണം രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ അതേ സമയത്ത് നടക്കുന്ന 4 ദൈവിക അനുഗ്രഹങ്ങളാണ്: പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം. ഇത് നടന്നു കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്ഷ നഷ്ടമാകുമെന്ന് പറയുന്നതൊക്കെ വളരെ വികലമായൊരു ചിന്താഗതിയാണ്. അവർക്ക് അതിനെക്കുറിച്ച് ഇനി സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടയിലുള്ള വികലമായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ചിലർ പറയുന്നതിനായോ ഒരു തെറ്റായ ചിന്താഗതി. അതൊക്കെ അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കാരണം എന്നാ, എന്ത് പാപം ചെയ്താലും രക്ഷഭദ്രമല്ലേ. രക്ഷഭദ്രമായതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ തോന്നിവാസം ജീവിക്കാം എന്നാണോ പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം? ഈ വികല ചിന്താഗതി എവിടെ നിന്നുണ്ടായതാ? കാരണം അവർ പറയുന്നത് എന്നാ ചെയ്താലും രക്ഷാഷ്ടമായില്ലോ, സ്വർഗത്തിൽ പോകുമല്ലോ, എന്നാൽ പിന്നെ എങ്ങനെയും ജീവിച്ചുകൂടെ? പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. യഥാർത്ഥമായ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ആദ്യം തന്നെ അവൻ എന്തുണ്ടാവും? പാവബോധമുണ്ടായി അവൻ മാനസാന്തരപ്പെടും, അവൻ അനുദപിക്കും, അവൻ്റെ പഴയ വഴികളോട് അവൻ വിട പറയും, കർത്താവിലേക്ക് അവൻ തിരിയും. മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. മാനസാന്തരപ്പെടുന്ന വ്യക്തി ദൈവഹിതം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ സുവിശേഷം അവനിലേക്ക് വരുമ്പോൾ അവൻ ഈ സത്യവചനത്തെ കൈക്കൊള്ളുകയാണ്. അങ്ങനെയാണല്ലോ അവൻ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം പറയാം. അവൻ പിന്നെ സ്വന്തം ഹിതത്തിന് വേണ്ടിയല്ല, ദൈവഹിതത്തിന് വേണ്ടിയിട്ടാണ് അവൻ സമർപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും പാപത്തിൽ തുടരാൻ കഴിയുമോ? ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളോട് അത് പറഞ്ഞുതരാം. നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യം ഞാൻ ആദ്യമായിട്ട് വായിക്കാം. ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. കണ്ടോ? നോക്കണേ, അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കാം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കണ്ടോ? അപ്പോൾ ഒരു യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ ഒരു കാരണവശാലും പാപത്തിൽ തുടരുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്, ഇത് എത്ര വിലപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ നമ്മളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇനിയും എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചാൽ കുഴപ്പമില്ലല്ലോ, ഞാനങ്ങ് സ്വർഗത്തിലെത്തുമല്ലോ, പ്രതിഫലമൊക്കെ ഇച്ചിരി കുറയുന്നതല്ലേ ഉള്ളൂ, അതും സാരമില്ല, കാരണം ഞാനേക്കെ നിത്യനരത്തിൽ പോയല്ലോ എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം: അവൻ രക്ഷിക്കപ്പെട്ടവനേ അല്ല. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്താഗതിക്ക് ഇടമില്ല, പ്രിയമുള്ളവരെ. അതായത് സത്യം. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരവനാണെങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ: അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടില്ല. ഇനി അടുത്തൊരു ചിന്താഗതി ആൾക്കാർ, ഇതൊരു ചിന്താഗതി അല്ല, ആക്ച്വലി ഇതൊരു ഉപദേശമായിട്ട്, ഒരു ഡോക്ടറിനായിട്ട് അനേക സഭകളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്താൽ നമ്മൾ എന്ത് സംഭവിക്കും? രക്ഷ നഷ്ടമാകും. എന്തൊരു വികലമാണ്! പ്രിയമുള്ളവരെ, ഈ ചിന്താഗതി ഇതൊരു തെറ്റായ ഉപദേശം മാത്രമല്ല, തിരുവചന സത്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, ദൈവവചനത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. എന്നാൽ അതുപോലും വിശ്വസിക്കുന്ന എത്രയോ പേർ നമ്മുടെ മധ്യത്തിലുണ്ട്. നിത്യനായ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ നിത്യമായി പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ് ഈ മാനവരാശിയുടെ രക്ഷ എന്നുള്ളത്. അപ്പം
ദൈവത്തിൻ്റെ രക്ഷ നഷ്ടമായി പോയെങ്കിലും ദൈവത്തിന് പോലും രക്ഷിക്കേണ്ടി വരികയല്ലേ? പറ. അപ്പോൾ ദൈവത്തിൻ്റെ കഴിവുകേട് അല്ലേ? അങ്ങനെയുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത് അതാ, എൻ്റെ ദൈവം കഴിവുകെട്ടവനാ. അങ്ങനെയാണോ പ്രിയമുള്ളവരെ? അല്ലെങ്കിൽ ദൈവത്തിന് അത്രയ്ക്കുള്ള അറിവില്ല, കഴിവില്ല? എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. അപ്പം ഞാൻ വായിച്ചല്ലോ 1 യോഹന്നാൻ 3:9. അപ്പം അവിടെ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ലെന്നല്ല, അവിടെ വരുന്നത് അവർ പാപത്തിൽ തുടരുന്നില്ല എന്നാണ്. പരിഭാഷയിൽ വന്നൊരു ചെറിയൊരു വ്യത്യാസം. അവർ പാപം ചെയ്യുന്നില്ല, അല്ലെ അവർക്ക് പാപം ഉണ്ടാകുന്നില്ലെന്നല്ല, അവർ പാപത്തിൽ തുടരുന്നില്ല. അവന് പാപം ചെയ്യാൻ കഴിയണമെന്നല്ല, അവന് പാപത്തിൽ തുടരാൻ കഴിയില്ല. അതാ NIV ട്രാൻസ്ലേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു യഥാർത്ഥമായ വീണ്ടും ജനിച്ച വ്യക്തി അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ ഉടനെ തന്നെ അവന് ദൈവത്തിൻ്റെ ആത്മാവ് അത് ബോധ്യപ്പെടുത്തും. അവൻ വീണ്ടും ഉടനെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് താൻ മാനസാന്തരപ്പെട്ട് പാപക്ഷമ പ്രാപിക്കും. ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിലായ ശേഷം ചെയ്യുന്ന തെറ്റുകൾക്ക് നമുക്കൊരു ശിക്ഷയുണ്ട്. അത് ദൈവം തൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ബാലശിക്ഷ ഏൽക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം. നമ്മുടെ ശരീരം ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രാണൻ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലേ? നമുക്കറിയാം, ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ തന്നെ ത്രിയേകനാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം. ഇതുപോലെ മനുഷ്യനേകൻ എന്ന് പറയുമ്പോൾ അവനിൽ ആത്മാവ്, പ്രാണൻ, ശരീരം, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഇതുപോലെ രക്ഷ ഒരു രക്ഷയാണ്. ആ രക്ഷയിൽ 3 അവസ്ഥയുണ്ട്: ആത്മരക്ഷ, പ്രാണന്റെ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ, അല്ലെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇവരൊരു ഇതറിയത്തില്ലാത്തത് കൊണ്ടാണ് രക്ഷ നഷ്ടമാകുമെന്ന് പഠിപ്പിക്കൽ വരുന്നത്. ആക്ച്വലി ആത്മരക്ഷ നമ്മുടെ സംഭവിച്ച് കഴിഞ്ഞ് പ്രിയമുള്ളവരെ, അതിനി ഒരിക്കലും ഒരു ഹാനി വരുന്നില്ല. എന്നാൽ നമ്മുടെ പ്രാണന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഹാനി വരാം. അത് ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൊക്കെ ആ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. ഞാനത് ത്രികാല രക്ഷ എന്നുള്ള കാര്യം ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇന്ന് ഈ രക്ഷ നഷ്ടമാകുമെന്ന് പറയുന്നത് മുഴുവനും ഈ പ്രാണന്റെ രക്ഷയെക്കുറിച്ചുള്ള അറിവില്ലാത്തവരാണ്. ഇവിടെ പ്രാണന്റെ രക്ഷ നഷ്ടമായാലും കർത്താവിൻ്റെ വരവിൽ നീ എടുക്കപ്പെടും, നീ സ്വർഗത്തിൽ പോകും, കർത്താവിനോട് ആയിരിക്കും. എന്നാൽ നിനക്ക് പ്രതിഫലം, തേജസ്, സ്ഥാനമാനങ്ങൾ, ഇതിലെല്ലാം വലിയ വ്യത്യാസം ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുക, രക്ഷ ഒരിക്കലും നഷ്ടമാകുന്നില്ല. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ അനുഭവം എങ്ങനെയായിരിക്കും? നമ്മൾ 1 യോഹന്നാൻ 5:18 വായിക്കുമ്പോൾ അതിൻ്റെ 18-ാം വാക്യം, ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ സൂക്ഷിക്കുന്നു. 1 യോഹന്നാൻ 5:18 വാക്യം ഞാൻ വായിച്ചേ. നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാ പ്രിയമുള്ളവരെ. ഇന്നും പാപത്തിലേക്ക് ചായ്വുള്ള ഒരു ശരീരത്തിൽ നമ്മൾ പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും പാപം സംഭവിക്കാം. പാപം നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഏതിലേക്കെങ്കിലും നമ്മളേക്ക് ആകർഷിക്കപ്പെട്ട് അല്ലെ മോഹം കൊണ്ടുവന്ന് അങ്ങനത്തെ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നൊക്കെ നമ്മൾ വഞ്ചിക്കപ്പെടാം. എന്നാൽ ദൈവത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റുകളെ നമ്മളെ ഓർപ്പിക്കും. ഉടനെ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ കർത്താവിനോട് പാപക്ഷമ യാചിച്ച് അത് നിരപ്പ് പ്രാപിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നം വരാതെ നാം സൂക്ഷിക്കണം. നമ്മൾ റോമാലേഖനം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നൊരു കാര്യം, റോമാലേഖനം 6-ാം വാക്യം ഞാൻ വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നോക്കണം, പാപസംബന്ധമായി മരിച്ചവരാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപസംബന്ധമായി മരിച്ചവരാണ്. അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഞാൻ ഒന്ന് വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാൾ വരുത്. കണ്ടോ ഇവിടെ, ഇന്ന് നമ്മൾ കൃപയിൽ വളരണം. നമ്മൾ കൃപയിലാണ് നിൽക്കുന്നത്. കൃപ നഷ്ടമാക്കരുത്. അപ്പോൾ നമുക്ക് കൃപയിൽ വളരേണ്ട നമ്മൾ
പാപം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വളരാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ 12-13 വാക്യം, റോമാലേഖനം 6-ാം അധ്യായം 12-13. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്. റോമിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുക, പാപം ഇനി നിങ്ങളുടെ മേൽ വാഴരുത്. എന്നിട്ട് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഒരു കൽപ്പനയാണ്. ഓരോ ദിവസവും നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കർത്താവിന് സമർപ്പിക്കണം, നീതിക്കായി സമർപ്പിക്കണം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാം വാക്യം. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ അവയവങ്ങളെ നമ്മൾ സമർപ്പിക്കണം, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഓരോ ദിവസവും, അതുകൊണ്ട് തന്നെ അതിൻ്റെ 14-15 ഞാൻ വായിക്കാം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അതിനിതാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കണ്ടോ, പാപം നമ്മളിൽ കർത്തൃത്വം നടത്താൻ പാടില്ല. കാരണം നമ്മൾ കൃപയ്ക്ക് അധീനരാ, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ ഈ 2 വാദങ്ങൾക്കും യാതൊരു പ്രശസ്തിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, രക്ഷ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്നവനല്ല, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നറിഞ്ഞിട്ടും പാപം ചെയ്യാതെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഒരിക്കലും ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. രക്ഷ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്നവനല്ല, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് അറിഞ്ഞിട്ടും പാപം ചെയ്യാതെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് ചിലർ ചിന്തിക്കുന്ന പോലെ രക്ഷ നഷ്ടമാക്കില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പാപം ചെയ്യാൻ ധൈര്യപ്പെടും എന്ന് പറയുന്നത് അതൊരു ബാലിശമായിരിക്കുന്ന ഒരു ഉപദേശം മാത്രമാണ്. അതും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു നിലയിലും നിങ്ങൾ ആ നിലയിൽ പോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഗൗരവമായി ഈ കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഈ തലമുറയിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരുടെ സംഖ്യ വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ആദർശപൂർണമായ ജീവിതം നയിക്കുന്നവരെ നമുക്കധികം കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, രക്ഷഭദ്രമാണ് എന്നതിനുള്ള ചില ന്യായങ്ങൾ ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ള ആ സമയത്തിനുള്ളിൽ ഒരു 7 ന്യായങ്ങൾ ഞാൻ പറയാം. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയെക്കുറിച്ച് നമുക്കൊരു ശരിയായ ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യം നിങ്ങൾക്കെല്ലാം നല്ല സുപരിചിതമായ വാക്യമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നോക്കണം, അപ്പോൾ ഈ രക്ഷ എങ്ങനെയുള്ള രക്ഷയാ? കൃപയാലുള്ള രക്ഷ. നമ്മൾ ചിന്തിക്കണം, ഈ കൃപ എന്ന പദത്തിന് അനേകം നിലയിലുള്ള അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നി നമ്മളെ രക്ഷിച്ചതാണ്. ഇത് കൃപയാലുള്ള രക്ഷയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടെ, ഇത് ദൈവത്തിൻ്റെ കൃപയാൽ. നമുക്കറിയാം, മുഴു ലോകവും പാപം നിറഞ്ഞതായി കാണപ്പെട്ടപ്പോൾ എല്ലാവരെയും നശിപ്പിക്കുവാൻ ദൈവം നോക്കിയപ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെന്ന നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നമ്മൾ ചിന്തിക്കണം, ഈ തലമുറയിൽ പാപം വളരെ പെരുകിയ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചു എന്നത് ഓർത്ത് നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് ഇത് നമുക്ക് ലഭിച്ചതാണ്. ഇത് കൃപയാൽ ലഭിച്ചതാണ് രക്ഷ, കൃപയാൽ ലഭിച്ച രക്ഷയാണ്. അപ്പോൾ നമുക്ക് കൃപയാൽ ലഭിച്ച രക്ഷ നഷ്ടമാകുമെന്ന് ചിന്തിക്കാൻ പോലും യാതൊരു അവസരമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രക്ഷ ദാനമാണ്. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ദാനമാണ്. എന്താണ്? അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. വെളിപ്പാട് 7:10 വായിക്കുന്നുണ്ട്, രക്ഷ ദൈവത്തിൻ്റെ ദാനം. പ്രിയമുള്ളവരെ,
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രക്ഷ എന്നുള്ളത് ദൈവം നമുക്ക് ദാനമായി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ദൈവം ദാനമായിട്ട് തന്നത് വീണ്ടും ദൈവം തിരികെ എടുത്തു കളയുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ മോശമായൊരു കാര്യമുണ്ടോ? ദൈവം നമ്മളൊരു ഭിക്ഷക്കാരന് 10 രൂപ ദാനം കൊടുത്തു, 2 ദിവസം കഴിപ്പിച്ചോളൂ, ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് തന്ന ആ 10 രൂപ തിരിച്ച എന്ന് പറയുമാണെങ്കിലും ഒരു മാന്യനായ ഒരു വ്യക്തി ചെയ്യല. അപ്പോൾ ദൈവത്തെ ഇത്രമാത്രം മാന്യതയില്ലാത്തവനായി കാണുന്ന ഒരവസ്ഥ, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് പോലും ഭംഗം വരുത്തുന്ന ചിന്താഗതി എത്ര മോശമായ കാര്യമാണ്. ഉള്ളൊരു രക്ഷ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഒന്ന്, അത് കൃപയാലുള്ള രക്ഷയാണ്. 2, രക്ഷ ദാനമാണ്. മൂന്നാമത്തെ കാര്യം, രക്ഷ നിത്യമാണ്. നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യരക്ഷ, ഇത് കുറച്ച് നാളുകൊണ്ട് കഴിഞ്ഞു പോകുന്ന രക്ഷയല്ല, ഇത് നിത്യരക്ഷയാണ്. ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തി കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന രക്ഷ നിത്യരക്ഷയാണ്, അല്ലെങ്കിൽ നിത്യജീവനാണ്. അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ യോഹന്നാൻ 5:24 കർത്താവ് പറയുന്നുണ്ടല്ലോ, അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുമെന്നല്ല, പ്രവേശിച്ചു. കർത്താവിലുള്ള വിശ്വാസം നമ്മളെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. ഇത് നിത്യരക്ഷയാണ് പ്രിയമുള്ളവരെ, നിത്യരക്ഷയാണ്. ഇതെവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രക്ഷയല്ല. തിരുവചനം പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് എത്ര നല്ല കാര്യമാണ്. 4ാമത്തെ കാര്യം, ഈ രക്ഷ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അതേ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദാകാലത്തേക്കും, എന്നേക്കും. അപ്പോൾ ഈ രക്ഷ എന്തുള്ളത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇത് പൂർണ്ണ രക്ഷയാണ്. പൂർണ്ണ രക്ഷയാണ്. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി അതിൻ്റെ 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പൂർണ്ണ രക്ഷയാ പ്രിയമുള്ളവരെ. കർത്താവ് നമ്മളെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം തൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളിലും വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമുക്ക് തന്ന രക്ഷ അത് പൂർണ്ണ രക്ഷയാണ്. ഇനിയും 5ാമത്തെ കാര്യം, നമ്മളെ ഈ പൂർണ്ണരാക്കിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കിയെന്ന. നമ്മൾ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ലേഖനവുമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ലേഖനവുമായി വസിക്കുന്ന ക്രിസ്തുവിൽ നമ്മൾ സമ്പൂർണരാണ്. ഈ രക്ഷയ്ക്ക് ഇനി യാതൊരു വാതയും തട്ടത്തില്ല. ഈ രക്ഷ കൃത്യമാണ്, ഭദ്രമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്! ഈ വചനങ്ങൾക്ക് വള്ളി പുള്ളിക്ക് മാറ്റം വരത്തില്ല പ്രിയമുള്ളവരെ. നമ്മളിൽ സംശയം ജനിപ്പിക്കാനായിട്ട് ശത്രു ശ്രമിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. നമ്മളെ ക്രിസ്തുവിൽ പരിപൂർണരായിട്ടാണ് സ്വർഗീയ പിതാവ് നമ്മളെ കാണുന്നത്. ഒരിക്കലും നമ്മളെ കർത്താവിൽ നിന്നും വേർപെട്ട് നമ്മുടെ പിതാവ് നോക്കുന്നില്ല. ക്രിസ്തുവിലാണ് നമ്മളെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലൂടെയാണ്. നമ്മളാരും നമ്മുടെ സ്വന്തം നീതിയുമായിട്ട് നമുക്ക് ദൈവത്തിലേക്ക് പോയി നിൽക്കാൻ പറ്റിയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ എല്ലാ പൂർണ്ണതയും, എല്ലാ നന്മയും, എല്ലാ അനുഗ്രഹങ്ങളും. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് 6ാമത്തെ കാര്യം, ഇത് ദൈവത്തിൻ്റെ മുൻനിർണയമാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻനിർണയത്തെക്കുറിച്ചും നമ്മുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ അവിടെ വായിക്കുന്ന, ഞാൻ അതിൻ്റെ ജസ്റ്റ് 4-ാം വാക്യവും 10-ാം വാക്യവും മാത്രം വായിക്കാം.
കാരണം എല്ലാം വായിച്ച് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വായിക്കണം. അപ്പോൾ ഇവിടെ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മൾ നോക്കണം നമ്മുടെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10-ാം വാക്യമാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. നമ്മൾ വാസ്തവത്തിൽ എത്ര ഭാഗ്യവാന്മാരാണ് പ്രിയമുള്ളവരെ. സ്വർഗീയ പിതാവിൻ്റെ പദ്ധതി തൻ്റെ പുത്രനിൽ എല്ലാം വീണ്ടും ഒന്നായി ചേർക്കുക എന്നുള്ളത്, അതിൽ പിതാവ് നമ്മളെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയാതെയാണ് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാലും നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും രക്ഷ നഷ്ടമായി പോകുന്നതൊക്കെ ചില അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ സത്യവചനത്തെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞത് ദൈവത്തിൻ്റെ ആ മുൻകാല തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 48-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ബി പാർട്ട് അവിടെ വായിക്കുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചെന്ന. നമ്മൾ ഈ വചനം പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിശ്വസിക്കാറുണ്ടോ? അല്ലേ? നമ്മൾ 10,000-കണക്കിന് ജനങ്ങൾ പറയുന്നു, പക്ഷെ എത്ര പേര് വിശ്വസിക്കാറുണ്ട്? നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ മാത്രം. അപ്പം നമ്മളെ കർത്താവ് ഉലക സ്ഥാപനത്തിന് മുന്നേ തിരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവർക്ക് മാത്രമേ ഈ സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരോടും സുവിശേഷം പറയാനുള്ള കടപ്പാടുള്ളത്. നമ്മൾ കടക്കാരാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിരുന്നു. എല്ലാവരോടും നമ്മൾ പറയണം പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവർ മാത്രമേ പറയൂ. അപ്പോൾ നമുക്കിന്നത് പറയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ജീവനില്ല. ദൈവത്തിന് മുമ്പിൽ യാതൊരു വിലയില്ലാത്ത വിശ്വാസം. 2 കൊരിന്ത്യർ 4:13 വായിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്ത്? ഈ ജീവന്റെ വചനം. നമ്മൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അവിടെ പൗലോസ് പറയുന്ന ഒരു അനുഗ്രഹീതമായ കാര്യം, 2 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയോടെ. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ രക്ഷകന്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? മരണത്തെ നീക്കി നിത്യജീവനെ നമുക്ക് പ്രദാനം ചെയ്തു. എത്ര വിലപ്പെട്ട കാര്യമാണ് ഇതെല്ലാം! ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ദൈവം ഇത് മുന്നമേ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. കർത്താവിൽ വന്നിരിക്കുന്ന ഒരു ഭക്തനും ഒരിക്കലും ഒരു നിഗളിയാകിയല്ല, അഹങ്കാരിയായല്ല. കാരണം നമുക്കൊരിക്കലും യോഗ്യതയില്ലാത്തൊരു കാര്യമാണ് ദൈവം നമുക്കൂടി ചെയ്തത്. നമ്മൾ ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വ പദവി നമുക്ക് തന്നൊക്കെ പറയുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ വളരെ ഹൃദയം നിൽക്കം ഉണ്ടാകാറുണ്ട്. കാരണം പിശാചിൻ്റെ മക്കളായിരുന്ന, പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന, ദൈവത്തിൽ നിന്ന് ദൂരസ്ഥായിരുന്ന നമ്മളെ സ്വർഗത്തിലെ ആ നല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന് തൻ്റെ മക്കളാക്കി തീർത്തത് എത്ര വലിയ പദവിയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വയപ്രശംസയ്ക്ക് യാതൊന്നുമില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
നമ്മുടെ എന്തെങ്കിലും നന്മ കൊണ്ടോ നീതി പ്രവൃത്തികൾ കൊണ്ടോ ആണോ നമ്മൾ രക്ഷിക്കപ്പെട്ടെ? അല്ല, നമ്മൾ കൃപയാല. അപ്പോൾ ഞാൻ നിങ്ങളോട് 6 കാര്യങ്ങൾ പറഞ്ഞു. 7ാമത്തെ ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. നമുക്ക് ലഭിച്ചത് നിത്യജീവനാ പ്രിയമുള്ളവർ, നിത്യജീവന. നമുക്കറിയാമല്ലോ, ഈ സുവിശേഷത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ സംഗ്രഹം എന്നുള്ളത് യോഹന്നാൻ 3:16 വാക്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. എന്തിനാണ്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അവൻ ന്യായവിധിയിലേക്ക് പോകാൻ പാടില്ല, അവൻ ശിക്ഷാവിധിയിലേക്ക് പോകാൻ പാടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കെല്ലാം ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്, എല്ലാ വിശുദ്ധന്മാർക്കും. അത് നമുക്ക് ന്യായമായ പ്രതിഫലങ്ങളെ പ്രാപിക്കാനാണ്. എന്നാൽ ശിക്ഷാവിധിയില്ല, നിത്യ അഗ്നിയിലേക്ക് പോകുന്നൊരനുഭവമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവനെ കർത്താവ് തന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം, അതിനകത്ത് യോഹന്നാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവിടെ ഇത് എഴുതുന്നത് ഈ അറിവ് നമുക്ക് പകരാൻ വേണ്ടിയിട്ടാണ്. 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം കൂടെ ഞാൻ വായിക്കാം. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവനെ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഓ, എന്തൊരു പ്രയോഗമാണ് പ്രിയമുള്ളവരെ, എന്തൊരു പ്രയോഗമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നിത്യജീവനെ തന്നിരിക്കുക. ദൈവികമായ ആ ജീവൻ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ജീവൻ നമുക്കുണ്ട്. ആ ജീവനാണ് ഇത് നാം ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ വെളിപ്പെടുമെന്ന് കൊളോസ്യർ 3:4 പറയാൻ കാരണം. വലിയ വിഷയങ്ങളല്ലേ. അപ്പോൾ നമുക്ക് രക്ഷഭദ്രമാണെന്നുള്ളതിൻ്റെ 7 തെളിവുകളാണ് ഞാനിപ്പോൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ പെട്ടെന്ന് ഓടിച്ചെന്ന് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുമല്ലോ, 1 രക്ഷ കൃപയാലാണ്, 2 രക്ഷ ദാനമാണ്, 3 രക്ഷ നിത്യമാണ്, 4 രക്ഷ പൂർണ്ണമാണ്, 5 ക്രിസ്തുവിൽ അത് പരിപൂർണമാണ്, 6 അത് ദൈവികമായ മുൻനിർണയമാണ്, 7 ലഭിച്ച ജീവൻ നിത്യജീവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷ ഭദ്രമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ പറ്റും. ഇനിയും ന്യായമായ ചില കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസമുണ്ടായാൽ നമ്മൾ ഈ ക്ലാസ് ഒന്നുകൂടെ വളരെ വിശാലമായി അത് കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കുറിച്ച് വെച്ചോ. ഈ ക്ലാസ് തീരുമ്പോൾ നിങ്ങൾക്കതെല്ലാം ചോദിക്കാം. അതിന് ദൈവം തരുന്ന പ്രകാശമനുസരിച്ച് വചനത്തിലൂടെ ആ സംശയ നിവാരണം വരുത്താൻ ആവോളം ശ്രമിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മാത്രമേ എപ്പോഴും മഹത്വപ്പെടട്ടെ. ആമേൻ.